കണ്ണിന് വയ്യാത്ത ഹീറോ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റിൽ തട്ടി വീഴാനായിട്ട് പോകുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് കുറച്ച് പൈസ താഴേക്ക് വീഴാണ്. അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരുന്ന ഒരു പെണ്ണ് ഇത് കണ്ടിട്ട് ഹീറോനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് ആ വീണ പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അടിച്ചു മാറ്റി പോക്കറ്റിലേക്ക് വെക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ആ പെണ്ണ് പൈസ അടിച്ചു മാറ്റിയ കാര്യം മനസ്സിലായി. ആ പെണ്ണ് പോവാനായിട്ട് നിൽക്കുമ്പോൾ ഹീറോ ആ പൈസ തിരിച്ചു തരാനായിട്ട് പറയുന്നു. പെണ്ണ് വേഗം തന്നെ കരഞ്ഞുകൊണ്ട് ആരോടും പറയില്ലേ, ഞാൻ ഇതുപോലെ ഇനി ഒരിക്കലും ചെയ്യില്ല, ഇത് ആരെയും അറിഞ്ഞ എന്റെ പണി പോകുമെന്ന് പറഞ്ഞിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കും. ഹീറോ ആണെങ്കിൽ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിംഗ് എടുത്തിട്ട് ആ പെണ്ണിനോട് എന്റെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുകയാണ്. എന്റെ പേരിൽ കുറേ സ്വത്തുണ്ട്, കല്യാണ ശേഷം അതെല്ലാം നിനക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് പേപ്പറിൽ സൈൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ഈ പെണ്ണാണെങ്കിൽ ഒന്നും നോക്കാണ്ട് ആ പേപ്പറിൽ സൈൻ ചെയ്യാണ്. ഹീറോ ആണെങ്കിൽ സ്വത്ത് മൊത്തം ആ പെണ്ണ് പേരിലേക്ക് എഴുതി വെക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ യുഡായ്പ് പെണ്ണാണെങ്കിൽ പാവ ഹീറോനെ പറ്റിച്ച് വേറൊരുത്തനായിട്ട് അവിഹിതം നടത്താനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് ഹീറോനോട് ഡിവോഴ്സ് തരാനായിട്ട് പറയും. അതായത് നമ്മൾ ഡിവോഴ്സ് ആവാനായിട്ട് പോയില്ലേ, നമുക്ക് സന്തോഷമായിട്ട് പിരിയാന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കുന്നു. ഡ്രിങ്ക്സ് കഴിച്ച പാടെ തന്നെ ഈ പെണ്ണിന്റെ ബോധം പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവൾ കണ്ണുറക്കാനായിട്ട് നോക്കുക, കണ്ണാരോ കെട്ടി വെച്ചിരിക്കുന്നു. ഹീറോ പെണ്ണിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നീ ആ കോൺട്രാക്ട് ശരിക്കും വായിക്കാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്ത, നീ എന്നെ എപ്പോഴും ചീറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്നു ഞാൻ ആ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഇപ്പോൾ ഒരു ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ ആ പെണ്ണിന്റെ കണ്ണിയാൾ എടുത്തു. ഹീറോ ചെയ്തത്